തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം 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 പാവനം നിൻ നാമം 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 പാരിലെങ്ങും പാടാം 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 പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം പാടുമ്പോൾ പാതിരാവിൽ പാൽനിലാവിൽ ദൂതവൃന്ദം കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും കൂടെ വാഴും കൂടാരം തീർക്കും നാഥൻ കൺമണി പോൽ സ്നേഹിക്കും കാവൽ നിൽക്കും ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം തൂവലുകൾ കൊള്ളിൽ തലചായ്ച്ചിടാം നിൻ ചിറകിൻ കീഴിൽ എന്നും അഭയം തേടാം തൂവലുകൾ കൊള്ളിൽ തലചായ്ച്ചിടാം തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം തൃക്കൈയിൽ ഹൃദയം നൽകാം തിരുമാറിൽ ചാരിയിരിക്കാം സ്നേഹമേ പറയൂ സ്നേഹമേ കനിയൂ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. മധുര ജീവിത ദർശന ചാരുവാം നടനഗാന മനോഹര മാത്രകൾ അനുഭവങ്ങൾക്കിടം വലമങ്ങനെ സഖികളായി വന്നു നിൽക്കുന്നു ചേരിൽ മധുര ജീവിത ദർശന ചാരുവാം നടനഗാന മനോഹര മാത്രകൾ അനുഭവങ്ങൾക്കിടം വലമങ്ങനെ സഖികളായി വന്നു നിൽക്കുന്നു ചേരിൽ പുതിയ കാലം നവീന മനസ്സിലെ സ്വരവികാരങ്ങൾ ചുംബിച്ചുണർത്താൻ പുതിയ
കാലം നവീന മനസ്സിലെ സ്വരവികാരങ്ങൾ ചുംബിച്ചുണർത്താൻ തിരുവരങ്ങിലേക്കെത്തുന്നു സ്നേഹത്തിരി തെളിക്കുക മർത്യതേ വീണ്ടും. ഉയരമേയും അശാന്തമാം സ്വർഗം അവനി വാഴ്വിനെ കണ്ടു മോഹിക്കാൻ. ഉയരമേയും അശാന്തമാം സ്വർഗം അവനി വാഴ്വിനെ കണ്ടു മോഹിക്കാൻ. കരൾ കൊരുത്തു കൊരുത്തു നാം പാടും കവിത വന്നതിരേൽക്കുകയല്ലോ. ശരിതെറ്റുകളുടെ മാർഗം തേടിയുള്ള യാത്രയാണെങ്കും കാലത്തിൻ്റെ അനസ്യൂത പ്രവാഹത്തിൽ നമുക്കന്യമാവുന്ന നന്മയുടെ നാമ്പുകളെ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാനാവൂ? നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന കാവൽക്കാരാകാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് സെൻറ് ജോർജ് കമ്മ്യൂണിക്കേഷൻസ് അരങ്ങിൽ തിരിതെളിയിക്കുന്നു. നീലം കൊണ്ടു തീർത്ത സുന്ദരീ ശില്പമേ, എന്തിനാണു നീ എൻ ഹൃത്തിൽ സാന്ദ്രമായി വന്നു, മന്ദമായി വന്നു. ദേവഗാനം മൂളി നിൽക്കും മേഘരൂപനീ, എന്തിനാണ് നീ എൻ ചുണ്ടിൽ രാഗമായി വന്നു, താളമായി വന്നു. ഇന്ദ്രനീലം കൊണ്ടു തീർത്ത സുന്ദരീ ശില്പമേ, എന്തിനാണു നീ എൻ ഹൃത്തിൽ സാന്ദ്രമായി വന്നു, മന്ദമായി വന്നു. ദേവദാരു പൂക്കൾ തീർത്ത ലോലമാം കൽപ്പകത്തിൻ മോഹനാങ്കിനി ലാസ്യ ഭാവയാമിനി. മാറിൽ ചായുകില്ലയോ ദേവഗാനം മൂളി നിൽക്കും മേഘരൂപനീ, എന്തിനാണ് നീ എൻ ചുണ്ടിൽ രാഗമായി വന്നു, താളമായി വന്നു. ഇന്ദ്രനീലം കൊണ്ടു തീർത്ത സുന്ദരീ ശില്പമേ, എന്തിനാണു നീ എൻ ഹൃത്തിൽ സാന്ദ്രമായി വന്നു, മന്ദമായി വന്നു.
അരി തുടയ്ക്കും നേരം കാവൽ വിളക്കിന്റെ തിരികെട്ടു തീരമിരുണ്ടു കാണാക്കുരുക്കെഴും വേളിച്ചരടറ്റു കർമ്മദോഷങ്ങൾ ജയിച്ചു എന്തേ ദിനാന്ത്യക്കുറിപ്പുകളിങ്ങനെ എന്നു ചോദിക്കുന്നു സന്ധ്യ എന്തേ ദിനാന്ത്യക്കുറിപ്പുകളിങ്ങനെ എന്നു ചോദിക്കുന്നു സന്ധ്യ ഒന്നും പറയുവാനില്ലെന്നു പൂവിലെ ഗന്ധവിശുദ്ധികൾ തേങ്ങി ഗന്ധവിശുദ്ധികൾ തേങ്ങി കരി തുടയ്ക്കും നേരം കാവൽ വിളക്കിന്റെ തിരികെട്ടു തീരമിരുണ്ടു കാണാക്കുരുക്കെഴും വേളിച്ചരടറ്റു കർമ്മദോഷങ്ങൾ ജയിച്ചു. ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ ദുഃഖവും അമ്മ നഷ്ടപ്പെട്ട മക്കളുടെ ദുഃഖവും ചുമലിലേറ്റി ഇതാ ഒരു കുടുംബം. അമ്മയുടെ വേർപാടിൻ്റെ ദുഃഖം അറിയിക്കാതെ സ്നേഹവും വാത്സല്യവും നൽകി വളർത്തി വലുതാക്കിയ മക്കൾ ഒരു നാൾ സ്വന്തം പിതാവിന് നേരെ വിരൽ ചൂണ്ടിയാൽ മാതാപിതാക്കളുടെ സ്വപ്നമാണ് മക്കളുടെ ജീവിതം എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ സെൻറ് ജോർജ് കമ്മ്യൂണിക്കേഷൻസ് ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നു, ഒപ്പം ഈ സമൂഹത്തിൻ്റെയും. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂളിൻ്റെ മാനേജരും പ്രധാന അധ്യാപകനുമായ ബഹുമാന്യനായ ധർമ്മരത്നം ചെല്ലപ്പൻ പിള്ള സാർ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ധർമ്മരത്നം എന്ന വിളിപ്പേര് ചെല്ലപ്പൻ സാറിൻ്റെ അപ്പൂപ്പൻ കൃഷ്ണപിള്ള സാറിന് സമൂഹം ചാർത്തിക്കൊടുത്തതാണ്. കർമ്മപുണ്യം കൊണ്ട് അത് ഈ മൂന്നാം തലമുറക്കാരനിലും തുടരുകയാണ്. ആ തുടർച്ച ഇനി മുന്നോട്ട് പോകുമോ എന്നുറപ്പില്ല. നമ്മൾ ആർഭാടമായി യാത്രയയപ്പ് നൽകേണ്ടതാണ് നമ്മുടെ അധ്യാപകന്. എന്തു ചെയ്യാം, അത്തരം ആർഭാടങ്ങളിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. തുടർന്നും അദ്ദേഹം ഈ സ്കൂളിൻ്റെ മാനേജരായിരിക്കുമോ അതോ മക്കളാരെങ്കിലും സ്കൂൾ മാനേജരാകുമോ എന്നും വ്യക്തമല്ല. മറുപടി പ്രസംഗത്തിൽ ഇപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കും എന്ന് വിശ്വസിക്കുന്നു. ബഹുമാന്യനായ ധർമ്മരത്നം ചെല്ലപ്പൻ പിള്ള സാറ് നമ്മളോടിപ്പോൾ സംസാരിക്കും. സ്നേഹമുള്ള മക്കളെ, +2 കുട്ടികൾ ഉൾപ്പെടെ 4000-ഓളം കുട്ടികളാണ് അസംബ്ലിയിൽ ഹാജരുള്ളത്. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിലാണ്. ഏതാണ്ട് 33 വർഷം നീണ്ടു നിൽക്കുന്ന അധ്യാപക ജീവിതം. പ്രായത്തിൻ്റെ തികവിൽ സാങ്കേതികമായി ഇന്ന് ഞാൻ വിരമിക്കുന്നു. ഒരധ്യാപകൻ ഒരിക്കലും വിരമിക്കുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സ്കൂള് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാണ്. പഠന കാര്യത്തിലും പാഠ്യേതര കാര്യത്തിലും നമുക്ക് മികച്ച ചരിത്രമാണുള്ളത്. ആരോഗ്യമുള്ള കാലത്തോളം കുട്ടികളുടെ ഇടയിൽ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മാനേജറുടെ കസേരയിൽ ഞാൻ ഉണ്ടാകും. ഏതു സമയത്തും ഏത് ക്ലാസ്സിലും ഞാൻ വരും. ഏത് വിഷയവും പഠിപ്പിക്കും. ആഘോഷങ്ങൾക്കും യാത്രയയപ്പിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല. ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ ഒരുമിച്ച് കഴിക്കും. അതിനകത്ത് സന്തോഷം എൻ്റെ വിരമിക്കൽ മാത്രമല്ല. ഇന്നെൻ്റെ മൂത്ത മകൻ വിശ്വൻ വിവാഹിതനായതിൻ്റെ 10ാം വാർഷികമാണ്. എൻ്റെ 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും നിങ്ങളോടൊപ്പം ഭക്ഷണത്തിനുണ്ടാകും. അതാണ് നമ്മുടെ സന്തോഷം. നിശബ്ദത പാലിച്ച് എല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോകുക.
റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ദീർഘകാലം ഒരുമിച്ച് ജീവിച്ച് ബോറാകാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, രണ്ടാളും ഓഫീസിലൊന്നും പോകാതെ എന്താ ഇവിടെ തന്നെ കറങ്ങി നിൽക്കുന്നത്? അച്ഛൻ മൈക്കിലൂടെ പറഞ്ഞത് കേട്ടതല്ലേ, ഉച്ചയ്ക്ക് ഊണ് സ്കൂളിൽ കുട്ടികളുടെ കൂടെ ആയിരിക്കണം. പ്രത്യേകം പറഞ്ഞു രണ്ടാളും എവിടെ തന്നെ കാണണമെന്ന്. അച്ഛന്റെ പിള്ളേർക്കൊപ്പം നിന്നോടുക്കാൻ നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? ഇനി നമ്മളെല്ലാരും കൂടി ചേർന്ന് 10,000 പിള്ളേർക്ക് ചോറ് വിളമ്പി കൊടുക്കണം, അവറ്റോടൊപ്പം ഇരുന്ന് കഴിക്കണം. ഛേ, ഞാൻ ഈ ഉച്ചക്കഞ്ഞി ഉണ്ടപ്പോഴുള്ള പള്ളിക്കൂടത്തിലേ പഠിച്ചതല്ല. പിന്നെ ഞാനോ? ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫീസ് കൊടുക്കുന്ന പള്ളിക്കൂടത്തിൽ പഠിച്ചതാ ഞാൻ. ഫീസ് കൂടുതൽ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തോ ഒന്നുമില്ലേ, വെറുതെ അല്ലേ MBA പാസ്സായത്? അതൊക്കെ പോട്ടെ. അച്ഛൻ സർവീസിൽ നിന്ന് പിരിയുന്നു. നിങ്ങൾ രണ്ട് ആൺകുട്ടികൾ എന്തിനും പോകുന്ന രീതിയിൽ പുരനിറഞ്ഞു ഇവിടെ നിൽക്കുമ്പോ മാനേജർ കസരയിൽ അച്ഛനെ തന്നെ ഇരിക്കണം എന്താ അത്ര നിർബന്ധം? എന്താ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലേ? അച്ഛനെ കാണുമ്പോ ഒരുമാതിരി കുഞ്ഞാടുകളെ പോലെ രണ്ടാളും. അയ്യേ, ഞങ്ങൾ രണ്ടുപേരെയും അധ്യാപകരാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷേ അധ്യാപകന് പുതിയ കാലത്ത് ചൈനീസ് പടക്കത്തിന്റെ വിലയേ ഉള്ളൂ. തന്നെ വല്ല ആണുങ്ങൾ ആരെങ്കിലും ആ പണിക്ക് പോവോ? ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിലെ ചെറിയൊരു അശ്രദ്ധ മതി ഒരു പുരുഷന്റെ ജീവിതം തകർക്കാൻ. അത് ശരിയാ. ഞാനിവിടെ പെണ്ണ് കാണാൻ ചെന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് പലഹാരത്തിലാണ്. അതിരിക്കട്ടെ, 10ാം വിവാഹ വാർഷികമായിട്ട് ഇന്ന് എന്താ പരിപാടി? പള്ളിക്കൂടത്തിൽ ഉച്ചക്കഞ്ഞിട്ട് ഒതുക്കാനാണോ പണി? അതിന്റെ സ്പോൺസർ അച്ഛനാണ്. വൈകിട്ട് ക്ലബിൽ ഡിന്നർ മീറ്റിംഗ്. നിന്നെയും ക്ഷണിച്ചതല്ലേ, ഫുൾ ചെലവ് എന്റെ വകയാ. ഫുൾ ചെലവ്? വൈകിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണ. ഓ, അയാൾ ആ വിശ്രൂതി കൊണ്ട് വരുന്നുണ്ട്. ഇയാളൊന്ന് വിഴുങ്ങിയാ മതിയായിരുന്നു. സ്കൂളിലെ ഡ്രില്ല് സാറാ, പക്ഷെ അയാളുടെ ഡ്രില്ല് മുഴുവൻ ഇതിനകത്താന്ന് മാത്രം. എന്ത് ചെയ്യാം, ചിറ്റപ്പനായി പോയില്ലേ. ഓ നല്ല ചിറ്റപ്പൻ തന്നെ. അയാളുടെ ഭരണം കണ്ടാ തോന്നും നമ്മളെ കല്യാണം കഴിച്ചത് അയാളാണ്. ഓ വല്ലാത്തൊരു ശല്യം തന്നെ. ഇന്നത്തെ ഇവിടുത്തെ പ്രകടനം കഴിഞ്ഞു. ചിറ്റപ്പൻ കോട്ട മേടിക്കാൻ പോയിട്ട് വന്നാടാ മക്കളെ. നല്ല വല്ല സാധനം ഉണ്ടോ? 6 മാസത്തേക്ക് ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ പണം അടച്ച് പേര് രജിസ്റ്റർ ചെയ്താൽ 6 മാസം കഴിഞ്ഞ് നോക്കാം. മുച്ചേമാലു മുച്ചേമാലു, ആ നോട്ടത്തിനർത്ഥം എനിക്ക് മനസ്സിലായി. ചിറ്റപ്പൻ പൊങ്കച്ച് പഠിക്കുകയാണ്. അല്ലട മക്കളെ, ഈ ബാറുകൾ പൂട്ടിയതിനു ശേഷം കോട്ട കിട്ടുന്ന പട്ടാളക്കാർക്ക് ഭയങ്കര ഡിമാൻഡാ. അഡ്വാൻസ് ബുക്കിംഗാ. തലക്ക് പിടിക്കുന്ന ശുദ്ധമായ വെട്ടറിനും പഠിച്ച് കരൾ പഴുത്താൽ അന്തസ്സായിട്ട് പറയാം ഇന്ത്യ ഗവൺമെന്റിന്റെ സാധനം അടിച്ച് കരൾ പഴുത്ത് ചത്തുപോയതാന്ന്. നീ എന്താ നെഞ്ചത്തെ നീത്തം പിടിച്ചോണ്ടിരിക്കുന്നത്? നീ ചത്തു നിൽക്കുകയാണോ? ഓ, ഇന്ന് നിന്റെ 10ാം കല്യാണം അല്ലേ? അല്ല, കല്യാണത്തിന്റെ 10ാം വാർഷികം. ആ, ചിറ്റപ്പന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട് കേട്ടോ. കേണൽ സ്പെഷ്യൽ ആണോ? ചിറ്റപ്പൻ സ്പെഷ്യൽ. നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ തമ്മിൽ ചേർച്ച ഉണ്ടോ എന്ന് നോക്കട്ടെ. ചേർച്ച ഉണ്ടോ നോക്കി എന്നെ ഞങ്ങളെ കല്യാണം കഴിച്ചത്. ഒരു മിനിറ്റ്, നീ ഒന്നര. എടാ, പൊങ്ങച്ചൻ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ തമ്മിൽ അത്ര വലിയ ചേർച്ചയില്ലെന്നും ഇവിടെ അച്ഛൻ്റെ കയ്യിലുള്ള പൂത്ത പണം കണ്ടിട്ടാണ് നീ ഇവളെ കിട്ടിയെന്നും നിനക്കും എനിക്കും നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് നമുക്കിനി ചോർച്ചയെ കുറിച്ച് സംസാരിക്കേണ്ട, പുറകോട്ട് ഇറങ്ങിയിരുന്നു. ആ, അടുത്തില്ലേ ചിറ്റപ്പന്റെ ഒരു ചെറിയ സഹായം. കൈയടി. തുറന്നു നോക്കടി, എന്ത് കൊള്ളയാണെന്നറിയാലോ. നോട്ടവും ഭാവമൊക്കെ കണ്ടാൽ തോന്നും ഞാൻ കാരണമാണ് പ്രസവിക്കാത്തതെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് എടാ ഇവിടെ ഒന്ന് ഓടി കളിക്കാൻ ഒരു ലടുക്കായോ ലടുക്കോ. സത്യത്തിൽ നിനക്കൊക്കെ എന്തായിരുന്നു പണി? എടാ, ഞാൻ എന്തേലും പറയുമ്പോൾ ലോട്ടറിക്കാർ പറയുന്ന പോലെ നാളെ എന്ന് പറയും. എടാ, ആയിനൊക്കെ ഈ ചിറ്റപ്പനെ കണ്ടു പഠിക്കടാ. പട്ടാളത്തിൽ ജോലി കിട്ടി ആദ്യത്തെ അവധിക്ക് വന്നപ്പം ഞാൻ കല്യാണം കഴിച്ചു. പുത്തൂരിൽ നിന്ന് ഒരു സരസ്വതിയെ. സരസ്വതി അല്ലടാ, അവൻ ലക്ഷ്മി ആയിരുന്നു. ലക്ഷ്മി കെട്ടിയതാണോ? അല്ലടാ, സൗന്ദര്യത്തിൽ ലക്ഷ്മി. കാര്യേഷു മന്ത്രി, രൂപേഷു ലക്ഷ്മി, ശയനേഷു സരിത. കേട്ടിട്ടുണ്ടോ? ആ, വല്ലപ്പോഴും രാമായണം എടുത്തു വെച്ച് വായിക്കണം. അങ്ങനെ ആദ്യത്തെ അവധി കഴിഞ്ഞ് പോയി തിരികെ വന്നപ്പോ എന്റെ തനി സ്വരൂപത്തിൽ തിണ്ണേൽ മലന്ന് കിടന്ന് കളിക്കുന്ന ഒരു പെങ്കൊച്ച്. ആദ്യത്തെ അവധിക്ക് വന്നപ്പോഴോ അതേ തിണ്ണയിൽ കമഴ്ന്ന് കിടന്ന് കളിക്കുന്ന ഒരു ആങ്കൊച്ച്. അങ്ങനെ കമഴ്ന്നും മലന്നും മലന്നും കമഴ്ന്നും മാലപ്പടക്കം പോലെ ഒരു 6 എണ്ണം. 7ാമത്തെ അവധിക്ക് വന്നപ്പോഴോ സരസ്വതിയുടെ അച്ഛൻ കേശവൻ നായർ ഒരു സ്റ്റേ ഓർഡർ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മക്കളെ നന്നായി പോതിച്ചേ, അകത്തോട്ട് കയറണ്ട, സരസ്വതിക്ക് ഇത്തിരി വിശ്രമം വേണമെന്ന്. ഒരു പട്ടാളക്കാരൻ അതെങ്ങനെ അംഗീകരിക്കാനോ കൂടാ പറ. സരസ്വതി വിശ്രമിച്ചു.
ഞാൻ എൻ്റെ പോക്കിന് പോകാമെന്നും പറഞ്ഞ് കേശവൻ നായർക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ത്രികുണൻ റമ്മ് ഒറ്റയടിക്ക് പൊട്ടിച്ചിട്ട് ആ അരിശത്തിന് നേരെ അതിർത്തിയിലോട്ട് ചെന്ന് രണ്ടൂന്ന് പാകിസ്ഥാനികളെ തൂരാന്ന് വെടിവെച്ച് കൊന്നണ. അതാണ് ഈ ചിപ്പറ്റൻ അല്ല ചിറ്റപ്പൻ. ജീവിതകാലം മുഴുവൻ പട്ടാളത്തിൽ സേവനം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം, കാലേ കംപ്ലീറ്റ് ആണി ബാധിച്ചില്ലേ. അയ്യോ, നിങ്ങളുടെ അച്ഛൻ മല്ലിഞ്ഞ് കയറി വരുന്നതിന് മുമ്പ് ഈ സാധനം എടുത്തുകൊണ്ട് അകത്തോണ്ട് വെക്കണം. പുള്ളി ധർമ്മരക്തമല്ലേ. ഈ വെട്ടരുമ്പ് കണ്ടാൽ ഞങ്ങൾക്ക് കുരു പൊട്ടു എടുത്തു കുടിച്ച് ശീലിച്ചവൻ കുടിച്ചോണ്ടിരിക്കും, ഞാനത് കൊടുത്തും കൊണ്ടേയിരിക്കും. അയ്യോ 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 അയ്യോ. ചിറ്റപ്പനായാലും പേരപ്പനായാലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യം എന്താ? പോയ കാലത്ത് മനസ്സിലാകാതെ ഏതോ കാലത്ത് ജീവിക്കുന്ന വിഡ്ഢികൾ. അയാളുടെ ഒരു സമ്മാനം. ദീർഘകാലമായിട്ടുള്ള സ്വപ്നം കാൽച്ചൂട്ടിൽ കിടന്ന് കൊഞ്ഞണം കാട്ടുന്നത് പോലെ. മക്കളിൽ നിൽക്ക്, രണ്ടാളും ദീർഘകാലം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ എത്രയാ കൊഴിഞ്ഞു പോയത്? 10 വർഷം ഇന്നലെ കഴിഞ്ഞതുപോലെ. നിങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഞാനുണ്ടോ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടണ്ട എന്ന് കരുതി, ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബകാര്യം സംസാരിക്കാം എന്ന് കരുതി. അച്ഛനെന്തിനാ മുഖവര പറയുന്നത്? വൃത്തോലങ്കാരമൊക്കെ ക്ലാസ് റൂമിൽ പോരെ, ജീവിതത്തിൽ വേണോ? നമ്മുടെ വീട്ടുപേരെന്താ? കുട്ടികൾക്കൊരു വീട് എന്റെ മുത്തശ്ശനിട്ടതാ. പക്ഷെ ഇപ്പോൾ പലരും അധിക്ഷേപിച്ച് പറഞ്ഞു തുടങ്ങി കുട്ടികളില്ലാത്ത വീട് എന്ന് തിരുത്തി എഴുതണമെന്ന്. ഇവിടെ ഒരാൾ തന്റെ 10ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ടോ? കുട്ടികൾ ഉണ്ടാകാത്ത എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം എന്റെ ആൺമക്കൾക്ക്? പിന്നെന്തുകൊണ്ട്? മക്കളില്ലാതെയും കുടുംബജീവിതമാകാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനതെന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ. കല്യാണം കഴിച്ചപ്പോ 10ാം മാസത്തിൽ ഒരു കൊച്ചിനെ പ്രസവിച്ചു തരാമെന്ന് കരാറിൽ ഒപ്പിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. മക്കളെന്ന് പറഞ്ഞാ അതൊക്കെ ഒരു വേടലാണ്. അങ്ങനെ നിന്റെ മാതാപിതാക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ നീ ഉണ്ടാകുമായിരുന്നോ? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പ്രകാശ് കാര്യട്ടും വൃന്ദാ കാര്യട്ടും ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? മക്കൾ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് തന്നെ അങ്ങനെ എത്രയോ പേർ. മക്കളെ, ജീവിതം മിമിക്സ് പരേഡ് അല്ല, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അനുകരിക്കാൻ. ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു. അത് പ്രകൃതി വിരുദ്ധമായതുകൊണ്ടാണ് പ്രത്യുൽപാദനം നടക്കാത്തത്. ബൈബിളിൽ അങ്ങനെ സംഭവിച്ച സൊദോം ഗൊമോറയെ തീയും ഗന്ധവുമൊക്കെ കത്തിച്ചു കളഞ്ഞു യഹോവ. മക്കളെന്ന് പറഞ്ഞാൽ അവനെ തന്നെയുള്ള കണ്ടെത്തലാണ്. ഈശ്വരൻ മാതാപിതാക്കളിലൂടെ പ്രപഞ്ചത്തിലേക്ക് പറത്തിവിട്ട പൂക്കൾ. പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഒരു വസന്തം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വിഡ്ഢിത്തമാണ്. അച്ഛാ, ഇത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, തികച്ച സ്വകാര്യത. തൽക്കാലം ഇങ്ങനെയാണ് അഭിപ്രായം. നാളെ മറിച്ച് ചിന്തിച്ചൂടുന്നില്ല. വിശ്വട്ടാ, തർക്കിച്ച് വഷളാക്കണ്ട, വന്നോളൂ. മക്കളെ, സംസാരിക്കുമ്പോൾ വ്യാകരണവും വൃത്തമൊന്നും വേണ്ട. പക്ഷേ ജീവിതത്തിൽ അല്പം അലങ്കാരമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ. അല്ല, നിനക്കും അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ലച്ചാ, എനിക്കറിയില്ലായിരുന്നു. ചേട്ടന് ഓവർടേക്ക് ചെയ്യണമെന്ന് കരുതിയാ ഞാൻ. ഓവർടേക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ജീവിതം എന്താടാ? കാർ റേസിംഗ് ആണോ? അല്ലച്ചാ, പ്രസവിച്ച സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവളുമാരുടെ ഒരു വിചാരം. മോനെ അശോകേ, അച്ഛനാവുക മുത്തച്ഛനാവുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. അത് പ്രപഞ്ച നീതിയാണ്. എന്താ? ഞാൻ ചെറിയ എന്റെ മകളുടെ ജോലിക്കാര്യം എന്തായെന്നറിയാൻ വന്നേണ്. എന്ത് ജോലിക്കാര്യം? സാറേ, എന്റെ മകളാണ് എൽസമ്മ ചെറിയാൻ. MSc B.Ed ആണ്. +2 അധ്യാപികയുടെ ഇന്റർവ്യൂവിന് വന്നപ്പാ സാർ അവളെ അറിയാൻ മേലാത്ത രീതിയിൽ സംസാരിച്ചെന്നും കണ്ട്രമാനം പലയ്ക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നും എന്റെ മകള് പറഞ്ഞു കേട്ടാ. അപേക്ഷ അയച്ചവരിൽ യോഗ്യതയുള്ളവരെ ഇന്റർവ്യൂവിന് വിളിച്ചു. അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. അധ്യാപക ജോലിക്ക് തികച്ചും യോഗ്യതയുണ്ട് എന്ന് തോന്നിയവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഓഫീസിൽ കാണാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉടനെ അയക്കാം. ആ ലിസ്റ്റിൽ എന്റെ മകളുടെ പേരില്ലെന്ന്. ഓ, ക്ഷമിക്കണം, നിങ്ങളുടെ മകൾക്ക് അതിനുള്ള യോഗ്യത കാണില്ല, അതായിരിക്കും ഒഴിവാക്കിയത്. സാറാ ഒരുമാതിരി കോത്താഴത്തെ പണി കാണിക്കല് കേട്ടാ. പിന്നെ എന്നാത്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്?
മര്യാദയോട് പറയരുത്. മര്യാദ കാടാ എന്നാണ് സാറേ ആളക്കളിയാക്കാണ്? അർത്തിങ്കൽ വെളുത്തച്ഛനാണ് 1 2 അല്ല 25 ലക്ഷം രൂപയാണ് എണ്ണി കൊടുത്തത്. മിസ്റ്റർ, നിങ്ങൾ വന്ന സ്ഥലം മാറിപ്പോയി. 80ലേറെ വർഷം പാരമ്പര്യമുള്ള സ്കൂളാണത്. അവിടെ നിയമനത്തിന് ഞങ്ങൾ ഇതുവരെ പണം വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങിക്കുകയുമില്ല. നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത് വിശ്വനെ അശോകനെയും. അവരാണ് എനിക്ക് ഉറപ്പ് തന്നതും 25 ലക്ഷം രൂപ എണ്ണി വാങ്ങിയതും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇതുവരെ ഇല്ല കേട്ടാ. മകളെ കെട്ടിച്ചു വിടാൻ വെച്ച കാശാണ് കടോയിടവും വാങ്ങിയ രൂപ തികച്ചത്. സാറേ, ഒരു ജീവിതത്തിന്റെ മുഴുവൻ കട്ടപ്പാടും സ്വപ്നങ്ങളും നിങ്ങൾ വിശ്വസിച്ച് ചേപ്പിച്ചത്. വിശ്വ, അശോക, എന്താണ് വരിക? ഇദ്ദേഹത്തെ അറിയുമോ നിങ്ങൾ? എന്താണ് അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ ഈ വർഷം ഉണ്ടാകുന്ന +2 അധ്യാപകരുടെ വേക്കൻസികൾ ഞങ്ങളോട് ചോദിക്കാതെ നികത്തരുന്നത്? 4 വേക്കൻസികൾക്കും ഞങ്ങൾ ആളെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യോഗ്യതയുള്ളവർ തന്നെ. 4 ആളിന്റെ കയ്യിൽ നിന്നായി 1 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? ആരെ അനുമതി എന്നിട്ട്? വാങ്ങിയ പണം മടക്കി കൊടുത്തിട്ട് എന്റെ ഉമ്മറത്തു നിന്നും ഇത്തരം ബാധ്യതകൾ ഒഴിവാക്കണം. എന്റെ സ്കൂളിൽ ആരെ നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്ത് പരിഹരിച്ചില്ലെങ്കിൽ 2 ആളിനെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ഞാൻ എന്റെ സ്കൂളിനെയും വിദ്യാഭ്യാസത്തെയും മനസാക്ഷിയെയും കച്ചവടത്തിന് വെച്ചിട്ടില്ല. പറഞ്ഞു മത്സരിക്കുക 2 ആളും. പണം തിരിച്ചു കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നടന്നു. പണത്തിനോടുള്ള ആർത്തിയല്ല. ഈ സ്കൂളിലെ 4 വേക്കൻസി വിറ്റിട്ട് എനിക്കൊന്നും നേടുകയും വേണ്ട. പക്ഷെ ഇന്നൊരു കാര്യം അറിയണം, ഈ വീട്ടിൽ ആണുങ്ങൾക്ക് വിലയുണ്ടോന്ന്. നേ എന്തൊന്നും മിണ്ടാത്തത്? അച്ഛന്റെ ഭീഷണി കേട്ടപ്പോ ഇറങ്ങിപ്പോയതാ നിന്റെ ചേട്ടൻ. എവിടെ പോകാൻ ചോദിച്ചപ്പോ മിണ്ടിയില്ല. പക്ഷെ ഇന്നൊരു കാര്യം അറിയണം, ഇല്ലെങ്കിൽ ഈ വീട്ടിലെ പൂർത്തി ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് മടുത്തു. ചേട്ടത്തി എന്തൊക്കെയായി പറയുന്നത്? ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് വാങ്ങിയതേ വിഷുട്ടം മാത്രമല്ല, നീയും കൂടി ചേർന്നാ. അച്ഛൻ പോലീസിൽ പരാതി പെടുമെന്ന് പറഞ്ഞപ്പോ മക്കളുടെ മുട്ടിടിച്ചു. അയ്യേ, ചൂരൽ പടി കാട്ടി പേടിപ്പില്ല കുട്ടികളല്ലേ. കാശ് തന്നവർ ആരെങ്കിലും അറിഞ്ഞും കേട്ടും വരുന്നതോ എന്തോ. ദൈവമേ, നാണക്കേട്. ചേട്ടൻ ആരോടും പറയാതെ ഇതെങ്ങോട്ടാ പോയത്? ഫോൺ ചെയ്തിട്ട് എടുത്തതുമില്ല. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് ബാധ്യത തീർക്കണ്ടേ? അങ്ങനെ ചെയ്താ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും മകൻ അച്ഛന്റെ അടിമയല്ല. ഞാൻ കല്യാണം ചെയ്തത് ആണൊരുത്തിനെയാ. എന്റെ ഭർത്താവിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്തടത്ത് ഇനിയൊരു നിമിഷം ഞാൻ നിൽക്കില്ല. നിങ്ങൾ 2 ആൺമക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നിങ്ങളുടെ അച്ഛനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേ. നാല് പേർക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയ 1 കോടി രൂപ അതെന്തിനും എന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കണം? ഈ പണം എടുത്തുകൊണ്ട് അച്ഛൻ അവർക്ക് ജോലി കൊടുക്കണം. 100ലേറെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന സ്കൂളാണത്. 80ലേറെ വർഷം പാരമ്പര്യമുള്ള സ്കൂള്. അവിടെ നിയമനത്തിന് നമ്മൾ ഇതുവരെ പണം വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങിയിരുന്നെങ്കിൽ എത്രയോ കോടികൾ ഉണ്ടാക്കാമായിരുന്നു. യോഗ്യതയുടെ മാനദണ്ഡത്തിലാണ് നമ്മൾ നിയമനം നടത്തുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇവിടെ മാത്രം. എടാ, അതാണ് നമ്മുടെ കീഴ്വഴക്കം. ഞങ്ങൾ ആരും അങ്ങോട്ട് ചെന്നതല്ല. സ്കൂളിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകൾ അന്വേഷിച്ചു വന്നതാ. അതൊരു നാട്ടുരീതിയാ. നിയമനത്തിന് ലക്ഷങ്ങൾ വാങ്ങുന്നത് ഇന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. മക്കളെ, വിദ്യാഭ്യാസം നമുക്ക് കച്ചവടമല്ലടാ, പൂർവികരുടെ കാഴ്ചപ്പാടാ. 25 ഏക്കർ സ്ഥലം, അതിൽ 5 ഏക്കർ വനം ഒക്കെയും നട്ടുപിടിപ്പിച്ചതാ. പ്രകൃതിയുടെ പച്ചപ്പിന് നടുവിൽ ഒരു സരസ്വതി ക്ഷേത്രം. ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ ഇവിടെ തന്നെ നട്ടുപിടിപ്പിക്കുന്നതാ. ദേശാടന പക്ഷികൾ വിരുന്നു വരുന്ന ശാന്തിവനം. ഓരോ മരത്തിലും പേരെഴുതി വെച്ചിരിക്കുന്നു ആരൊക്കെ നട്ടതാണെന്ന്. ശ്രീനാരായണ ഗുരുവും ജി ശങ്കരക്കുറുപ്പും ഡോക്ടർ അബ്ദുൽ കലാമും സുഗതകുമാരിയും ഒക്കെ നട്ട മരങ്ങൾ. അതൊക്കെയും ഇവിടുത്തെ കുട്ടികൾ പരിപാലിക്കുന്നു. ചരിത്രത്തിന്റെ ഈ മൂല്യമുള്ള സൂക്ഷിപ്പുകളെ വിറ്റ് കാശാക്കാൻ കഴിയാത്ത വീട്ടിയാണച്ചൻ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വേറെയാ.
25 ഏക്കർ ലാൻഡിന്റെ വില ഇന്ന് എത്ര വരുമെന്ന് അച്ഛൻ അറിയാമോ? പ്രോഫിറ്റബിൾ അല്ലാത്ത ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിട്ട് എന്ത് നേട്ടം? കാലം മാറുകയാണ് വെച്ചാൽ അതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറും. അച്ഛൻ റിട്ടയർ ആകുമെന്നും അതിനുശേഷം സ്കൂളിന്റെ ചുമതല ഞങ്ങളിൽ വന്നു ചേരുമെന്നും അറിയാവുന്നവരാ ഞങ്ങളെ സമീപിച്ചു. അപ്പൂപ്പം പെൻഷനായപ്പോ മാനേജർ സ്ഥാനം ഒഴിഞ്ഞു. അതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അച്ഛനോ പിന്നെ ആർക്ക് ജോലി കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചോ അവർക്ക് തന്നെ ആവണം ഇവിടുത്തെ വേക്കൻസികൾ. അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വാങ്ങി പണം മടക്കി കൊടുത്ത് അവരുടെ ഇടപാട് തീർക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഞങ്ങൾക്കും ചിലത് തീരുമാനിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഈ സ്കൂൾ ഞങ്ങളുടേതാ, അച്ഛൻ ഞങ്ങളുടെതാണെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ചെയ്തത്. ആണുങ്ങൾക്ക് കൊടുത്ത വാക്ക എല്ലാം അക്കാദമിക് യോഗ്യതയുള്ളവരാ. ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചിട്ട് ആരും ആരെയും നിന്ദിക്കാറില്ല എന്നും. ഞങ്ങൾ ആരും തീരെ മോശപ്പെട്ടവരല്ല, അധ്യാപകരല്ലായിരിക്കാം, അതിനേക്കാളൊക്കെ മുകളിൽ യോഗ്യതയുള്ളവരാ. പുതിയ കാലത്തിന്റെ കാഴ്ചകൾ ഉൾക്കൊണ്ട് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുത്തവർ. അച്ഛന്റെ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളല്ല. ഞങ്ങളുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും മാനിക്കുന്നുവെങ്കിൽ ഇവിടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം നടക്കണം. കാശ് അലർജി ആണെങ്കിൽ കത്തിച്ചു കളയും. വിദ്യ സരസ്വതിയാണെങ്കിൽ പണം ലക്ഷ്മിയാണ്. ഞങ്ങളുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും വില കൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ ഇറങ്ങും ഈ നിമിഷം. അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ അച്ഛനും മക്കളും ഒന്നൊരു ബന്ധം ഉണ്ടാകില്ല. മോനെ, പുതിയ കാലത്ത് ചെലവാകാത്തതാ അച്ഛനീ പറയുന്ന ആദർശങ്ങളൊക്കെ. ഇറങ്ങിപ്പോയാൽ ചിതയ്ക്ക് കൊള്ളി വയ്ക്കാൻ പോലും വരില്ല ഞങ്ങൾ. ഗാന്ധിജിക്ക് പോലും മക്കൾ തന്നെ പോലെ ആവണമെന്ന് ഒരു നിർബന്ധമില്ലായിരുന്നു. അങ്ങനെ ആരും ആയതുമില്ല. ആ ഒസ്യത്ത് ബുദ്ധിയുള്ളവർ പതിച്ചെടുത്ത് ഇന്നും അധികാരത്തിന്റെ ആർഭാടം തുടങ്ങി ജീവിക്കുക. കാൽച്ചുവട്ടിലിരിക്കുന്നത് 1 കോടി രൂപയാ. ഇങ്ങനെ മക്കൾ അനുഭവിക്കേണ്ട എത്ര കോടികൾ പാഴാക്കി കളഞ്ഞു അച്ഛൻ. ഇല്ല, ഇനി ഇങ്ങനെ ഒരു വേഷം കിട്ടുന്നേ ഞങ്ങളില്ല. എന്തിനാണ് ഞാൻ മൂല്യം കൽപ്പിക്കേണ്ടത്? എന്റെ മുന്നിലിരിക്കുന്ന ഈ പണത്തിനോ, എന്റെ മക്കൾക്കോ, അതോ ഇത്രയും കാലം കാത്തുപോകുന്ന എന്റെ മനസാക്ഷിയുടെ നേർമയ്ക്കോ? ഇറങ്ങിപ്പോയാൽ ചിതയ്ക്ക് കൊള്ളി വയ്ക്കാൻ പോലും വരില്ല ഞങ്ങൾ. എന്താണോ ധർമ്മരത്നമേ കരയുന്നു? എന്താണോ? ഞാൻ എൻ്റെ കുട്ടികളുടെ അമ്മയെ കുറിച്ച് ഓർത്തു പോയടോ. എൻ്റെ വീട്ടുകാരിയെ പറ്റി, കൂട്ടുകാരിയെ പറ്റി, എൻ്റെ ശാരദ. അവളുടെ എരിയുന്ന ചിതയ്ക്ക് മുന്നിൽ ഞാൻ പകച്ചു നിന്നപ്പോ അശ്വനും അശോകനും എൻ്റെ ഇടവും വലവും വന്നിരുന്നു. കത്തിയിരിയുമ്പോഴും അവൾക്ക് എന്തൊരു തിളക്കമാ മക്കളെ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛനൊന്ന് കരഞ്ഞൂടെ എന്ന് എൻ്റെ മക്കൾ വിഷമിക്കുമല്ലോ എന്ന് കരുതി ഒരു സങ്കടം മുഴുവൻ ഞാൻ എൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. ജീവിതം വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോഴും മുഖം ചേർത്ത് കരയാൻ ആരുമില്ലാത്തത് വല്ലാത്ത ശൂന്യതയാണോ? എന്തുണ്ടായെന്ന് പറ ചേട്ടാ.
എടോ എന്റെ മക്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛന് മാത്രമല്ല ഞങ്ങൾക്ക് വിട്ടു വ്യക്തിത്വം. അത് ആദർശത്തിന്റെ പരുക്കൻ കുപ്പായമിട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിർത്താറില്ല. 37 വർഷത്തിനിടയിൽ 1000 വട്ടം മത്സരിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനെ. എന്നെ തിരിച്ചു മത്സരിക്കണ്ടേ? കണക്കും കടപ്പാടും ഓർമ്മിപ്പിക്കണ്ട. യാത്ര പറച്ചിലേക്ക് ഒരു ബാധ്യതയാ. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വടിയൊടിച്ചിട്ട് കൂട്ടുവെട്ടി പിരിയാനൊക്കെ പോണോ? ഉമ്മറത്ത് വെള്ളം വിരിച്ച് കിടത്തപ്പോ ഒരു ചിതയ്ക്ക് കൈ കിടന്നിരുന്ന എന്റെ മക്കൾ എന്നെ കുത്തി നോവിക്കാം. പക്ഷേ എന്റെ നെഞ്ചിലെ നന്മയുടെ കിടാവിളക്ക് കുത്തി കെടുത്തരുത്. മക്കളുടെ കാല് പിടിച്ച് കെഞ്ചേണ്ടി വരുന്നത് ഒരച്ഛന്റെ ഗതികേടാ. അത് ചെയ്യണോ ഞാൻ? നിൽക്കണം. മഹാത്മാഗാന്ധി വിശ്വവിദ്യാലയത്തിന്റെ മാനേജർ സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. എന്റെ സ്ഥാനത്ത് മക്കളിൽ ആര് മാനേജരാക്കണമെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ആര് മാനേജരായാലും എനിക്കൊരു ഔദാര്യം ചെയ്തു തരണം. സ്കൂളിൽ വരാനും കുട്ടികളെ കാണാനും അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാനുമുള്ള അനുമതി തന്നാലും മതി. കാരണം കുട്ടികളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് തന്നെ ഒരു സംശയം തോന്നി. ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു മുമ്പ് ലേഡി ഡോക്ടർ വിളിച്ചു പറഞ്ഞു ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണ്. ഈശ്വരാ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എത്ര കാലത്തെ കാത്തിരിപ്പാ. എടോ, ഇവിടെ ഒരു അതിഥി വരുന്നു. ഒരു വിരുന്നുകാരൻ, ഒരു കുഞ്ഞാവ. ഈശ്വരാ, മരുമോളുടെ വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ കളിപ്പാട്ടങ്ങൾ മേടിച്ചു വെച്ച് കളിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പല്ലേടാ. എന്റെ ശാരദ, ഇവന്മാരെ വയറ്റിൽ കൊണ്ട് നടക്കുമ്പോൾ പോലും എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയിട്ടില്ല. അച്ഛനാകുന്നതിനേക്കാൾ സന്തോഷമാണ് അപ്പൂപ്പനാകുക എന്ന് പറയുന്നത്. മുത്തശ്ശ എന്ന് വിളിച്ചൊരു കുഞ്ഞ് പിന്നാലെ ഓടി വരിക. ഓ, അത് ഓർക്കുമ്പോ എന്റെ രോമകൂമങ്ങൾ എഴുന്നു പോകുക. സത്യം പറഞ്ഞാൽ ജ്ഞാനദാസേ, ആ സന്തോഷ വാർത്ത അറിഞ്ഞതിൽ പിന്നെ ഞാനൊരു സുന്ദരമായ സ്വപ്നത്തിന്റെ ചിറകേറി പായുക. തപ്പുംകുട്ടി പാടാം, തോളത്തേറാം കുഞ്ഞുവാവേ. അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം. ചെപ്പും തുറന്നീടാം, മുത്തുവാരാം പൊന്നുമോളെ. ഓലപ്പിപ്പി ചുണ്ടിൽ ചുണ്ടിനാലെ നല്ല പാട്ടൊന്നു പാടാം. കിലുകിലെ കൊഞ്ചിടുന്ന സ്വപ്നമല്ലേ നീ, തെളുതെളെ മിന്നിടുന്ന താരമല്ലേ നീ. കണ്ണും പൂട്ടി ഇന്നുറങ്ങാൻ ഇനി ആരാരിരാരോ. തപ്പും കൊട്ടി പാടാം, തോളത്തേറാം കുഞ്ഞുവാവേ. അപ്പൂപ്പന്റെ നെഞ്ചിൽ തുമ്പി പോലെ കിടന്നാലോലമാടാം.
കിനാവ് കണ്ടത്. മട്ടും പാവം കൊണ്ടതൊന്നും നിങ്ങളാ ഗർഭം ധരിച്ചതെന്ന്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എന്റെ ശാരദയില്ലാതെ പോയല്ലോ. പിന്നെ പിള്ളേര് മാനേജ് ഏറ്റെടുത്ത പിന്നെ സ്കൂളിന് ഭയങ്കര മാറ്റം. മാനേജരുടെ മുറി AC ആക്കി, കിടക്കുന്ന കസേര വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഫർണിഷ് ചെയ്തു. സ്റ്റാഫ് റൂമിലും ഓഫീസ് മുറിയിലും ഒക്കെ ക്യാമറ വെച്ചു. ഈ സ്കൂളിൽ എന്ത് നടന്നാലും മാനേജരുടെ മുറി ഇരുന്നാ കാണാം. സത്യത്തിൽ ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്താൻ വേണ്ടി എന്തൊക്കെ ഏർപ്പാട് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 4 സ്റ്റാഫിൽ നിന്ന് പിള്ളേർ 1 കോടി വാങ്ങിയേ സ്കൂളിന് വേണ്ടി 2 കോടി അവർ ചെലവാക്കി. അങ്ങനെ വേണം. നല്ല ഒന്നാന്തരം ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേരളത്തിലെ 1ാം നമ്പർ സ്കൂളാകും നമ്മുടേത്. നന്നാകട്ടോ, അവരെന്റെ മക്കളല്ലേ, എങ്ങനെ മോശമാകും? ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പാൻസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. വായിലെ തുമ്പിക്കൈ കഴിച്ചു പിടിച്ചിട്ടുണ്ട്. അത് പ്രസീതയുടെ അച്ഛനാ, അശോകന്റെ അമ്മായി അച്ഛൻ. സുന്ദരേശൻ പിള്ള. ഓ, സിംഗപ്പൂർ പിള്ള. അത് ശരി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചെല്ലപ്പൻ പിള്ള. വെരി വെരി ഗുഡ് മോർണിംഗ്. ബൈ ദ ബൈ, എങ്ങനെ അശോകന്റെ അച്ഛൻ എന്താ ഒന്ന് വരണമെന്ന് പറഞ്ഞത്? മോള് വിളിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. അയാളും വിളിച്ചില്ലേ അശോകൻ? ഇല്ല ചെല്ലപ്പൻ പിള്ളേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോൾക്ക് വിശേഷമുണ്ട്. മിഴിച്ചു നോക്കണ്ട, മെഡിക്കൽ ടെസ്റ്റിൽ റിസൾട്ട് പോസിറ്റീവ്. മക്കൾ വിളിച്ച് പറഞ്ഞു കാണുമെന്ന് വിചാരിച്ചു. ഇല്ല, പറഞ്ഞില്ല. എവിടെ എന്റെ മോള്? ഇന്ന് 2 എണ്ണം കൊടുക്കും ഞാൻ അവൾക്ക്. നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം നമ്മളോട് പറയാതിരിക്കുക. ഈ കുട്ടികളുടെ ഒരു കാര്യം, പുതിയ തലമുറ എന്താണോ ഇങ്ങനെ? പ്രസീതേ, മോളെ പ്രസീതേ. ആളിവിടെ ഇല്ല, 2 ആളും പുറത്തു പോയിരിക്കുക. സുന്ദരേശൻ പിള്ള ഇരിക്കുക. ഇപ്പോഴാ ഈ വീട് ഒരു വീടായത്. മക്കളുടെ ആഗ്രഹം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ കൊതി ഒരു പെൺകുഞ്ഞായിരിക്കണമെന്നാ. അവന്റെ അമ്മയുടെ പേരിടണം ശാരദാന്ന്. സുന്ദരേശൻ പിള്ളക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? കാപ്പി എടുക്കാം. അല്ല, ഇയാൾക്കും അതാണല്ലോ ഇഷ്ടം. ഇപ്പൊ വേണ്ട. ധർമ്മരത്നം വല്ലാത്ത സന്തോഷത്തിലാണല്ലേ? തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ പോലെ. ഇയാൾക്ക് കുറച്ചുകൂടി കൾച്ചറായി സംസാരിച്ചു കൂടിയാണോ? പിന്നെ പട്ടാളക്കാരൻ എങ്ങനെയാ സിംഗപ്പൂരുകാരനെ പോലെ സംസാരിക്കുന്നത്? കുട്ടികൾ വരുമ്പോൾ വിളിക്കണം. ഞാൻ അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ വേണം. ഈ ബന്ധുക്കാരനെ എങ്ങനെങ്കിലും വലിപ്പിച്ച് 10 പുത്തനടിച്ച് മാറ്റി കുത്തുവാല എടുപ്പിക്കണം. അച്ഛൻ എങ്ങോട്ട് പോയി? പുള്ളിയെ ഞാൻ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കളരിയുടെ രക്ഷാധികാരിയാക്കി മൂപ്പിനെ. അതൊക്കെ നമുക്ക് പിന്നെ ആവശ്യപ്പെടാം. നീ ആദ്യം ഈ കാപ്പി കൊണ്ടുപോയി സുന്ദരേശൻ പിള്ളയ്ക്ക് കൊടുക്ക. കളരിയാശാൻ കാപ്പി കൊണ്ട് കൊടുക്കാൻ ഇടതുകാൽ പുറകോട്ട് വലിച്ചു വെച്ച് വലതുകാൽ മുന്നോട്ട് കുത്തി പിടിക്കണം. കാപ്പി താ കൊണ്ടുപോയി കൊടുക്കും. ജംഗ്ഷനിൽ ഒരു പിടുത്തം ഒന്ന് ഇളക്കി വിട്ടാ ചേട്ടാ. കൊണ്ടുപോയി കൊടുക്കണം. ജംഗ്ഷൻ പഴച്ചതാ. ഇതാര്? ചാണ്ടിക്കുഞ്ഞോ? ചാണ്ടിക്കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെല്ലപ്പൻ സാറിന് ഇത് എങ്ങനെ തോന്നി? നമ്മുടെ സ്കൂള് പൊങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു കുടില് പൊങ്ങി. എന്റെ അപ്പാപ്പന്റെ അവറാമാപ്പിള. സ്കൂളിൽ വാനം തോണ്ടിയതും ആദ്യത്തെ കല്ല് പാകിയതും എന്റെ അപ്പാപ്പനാ. ഒരവകാശവാദവും ഉന്നയിച്ചിട്ടില്ല, ഒരു ആനുകൂല്യവും ചോദിച്ചിട്ടില്ല. അപ്പീസിൽ നിന്ന് എന്റെ വല്യപ്പന്റെ പടമെടുത്ത് കളഞ്ഞ്. ഓട്ടെ, സാരമില്ല. പക്ഷേ ഇതങ്ങനെ സഹിക്കും? ചാണ്ടിക്കുഞ്ഞ് എന്തൊക്കെയായി പറയുന്നേ? ഭ്രാന്ത് പിടിച്ചോ? പിരാന്ത. ഇത് കണ്ട, കുടി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ്. ആരയച്ചു? പൊട്ടം കളിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ്. ചാണ്ടി വീട് പൊളിച്ചിറങ്ങണ. 100 വർഷത്തിലേറെയും മണ്ണ് കാത്തതിന്, ഈ മണ്ണിന് മടക്കതിന് ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലം വക്കീൽ നോട്ടീസ്. 5 ഏക്കർ സ്ഥലത്ത് കാട് വെച്ച് പിടിപ്പിച്ചത് ആരാ? കൃഷി കാത്തതാരാ? ഈ സ്കൂള് കാത്തതാരാ? ജോലി തരാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? എന്റേത് കൂടിയാണെന്നുള്ള അവകാശബോധം കൊണ്ട്.
ഈ വീട്ടിലെ വലിയ മൂപ്പിന്ന് എന്റെ അപ്പനോട് പറഞ്ഞേ 2 ഏക്കർ പറമ്പ് നിന്റെ പേരിൽ എഴുതി തരാന്ന്. അന്ന് അപ്പം പറഞ്ഞതെന്താ, 25 ഏക്കറിന്റെ കാവൽക്കാരനെ 2 ഏക്കറിന്റെ ഉടമയാക്കി ചെറുതാക്കല്ലേ പിള്ളേന്ന്. ഈ പള്ളിക്കൂടം ഞങ്ങളുടേത് കൂടിയാണെന്നുള്ള വിശ്വാസം അവിടെ നിന്ന് ഇറങ്ങണ ചാണ്ടി. എന്തും മറുപടി തരണം ഇതിന്. എന്റെ കയ്യിൽ ആധാരമില്ല, പട്ടയമില്ല. മനുഷ്യൻ പരസ്പരം ചതിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് മനസ്സാക്ഷിയുടെ നേർമ മാത്രമേ ഉള്ളൂ. എങ്ങനെ മനസ്സ് വന്നു പിള്ളേ? ഇയാളാണോടോ ധർമ്മരക്തം? നോട്ടീസിന് മറുപടിയില്ല, ഒരു കോടതി വ്യവഹാരത്തിനും ഞങ്ങളില്ല. കുടിയൊഴിപ്പിക്കാൻ വന്നാ ചോര വീഴും. എന്റെയും എന്റെ തോമസ് കുട്ടിയുടെയും ശവം മറികടക്കേണ്ടി വരും. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാ നിന്നത്? എന്തു മിണ്ടണമായിരുന്നു ഞാൻ, എന്തു മറുപടി പറയണമായിരുന്നു ഞാൻ. എന്താ ഇത്? സ്കൂളിന്റെ വികസനം സംബന്ധിച്ച് ഞങ്ങൾ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ കുടിയൊഴിപ്പിക്കുന്നത്. വെറുതെ അല്ലച്ചാ, മാന്യമായി നമ്മൾ അവരെ പുനരധിവസിപ്പിക്കും. ഈ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ആ 25 ഏക്കറിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവരാ അവർ. ചാണ്ടിയുടെ വലിയപ്പൻ അവരാൻ അന്ന് എതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്കൂൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ഒരു നല്ല കാര്യമല്ലേ പിള്ളേ, ഞാനും കൈകോർക്കാം എന്നാ പറഞ്ഞത്. ഈ സ്കൂളിൽ അടിത്തറയിട്ടതും ഷെഡുകൾ പൊക്കി കെട്ടിയതും ഒക്കെ അവരാ. ഒറ്റ പ്രതിഫലം മാത്രം ആവശ്യപ്പെടുന്നുണ്ട്. അക്ഷരങ്ങൾ പഠിക്കണം, വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പഠിക്കണം, എന്നിട്ട് വേദപുസ്തകം തെറ്റുകൂടാതെ വായിക്കണം. അന്നത്തെ അസംബ്ലിയിൽ ആ പാവപ്പെട്ട കർഷകൻ വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയ ബൈബിളിലെ ഭാഗം ഉറക്കെ വായിച്ചു. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അപ്പൂപ്പന്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. അന്നു മുതൽ ഇന്ന് വരെയും ഇനി എന്നും ആ കുടുംബത്തിലൂടെ അവകാശപ്പെട്ടതാണ് ഈ സ്കൂള്. അവരെ ഒഴിപ്പിക്കാൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോണം ഈ നെറികരുത്. ഇത്തരം ചീപ്പ് സെന്റിമെന്റ്സ് പുരോഗതിക്ക് തടസ്സമാണ്. ആരെയും നിരാശപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ. സ്കൂളിനോട് ചേർന്നുള്ള കാട് വെട്ടിത്തെളിക്കണം. എന്നിട്ട് അവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങും. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള എല്ലാ മുറികളും AC ചെയ്ത ഒരു ഓൾ ലെവൽ സ്കൂൾ. കാലാന്തരത്തിൽ നമ്മുടെ സ്കൂൾ ആ നിലയിലേക്ക് മാറ്റുക. മതി, വിശദീകരണം മതി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ അഭിമാനമാണ് നമ്മുടെ പള്ളിക്കൂടം. അച്ഛാ, സൗജന്യമായി കിട്ടുന്നതെന്തും മനുഷ്യർക്ക് പുച്ഛമാണ്. അത് വിദ്യാഭ്യാസമായാലും മരുന്നായാലും അരിയായാലും എന്തും. ഏത് കൂലിപ്പണിക്കാരനും സ്വന്തം മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴാ നിങ്ങളെ പോലെ കുറെ കിഴട്ട് കിഴവന്മാർ പൊതുവിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് വഴിപൊടുക്കുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശമാണ്. അതിനെ വിറ്റ് കാശാക്കാനുള്ളതാണെന്ന് പ്രചരിപ്പിക്കുന്നവൻ വിജ്ഞാനത്തിന്റെ വിശുദ്ധ അരൂപിയാണ് വിൽക്കുന്നത്, സരസ്വതി ദേവിയെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മാരകമാണ് ഈ സരസ്വതി ക്ഷേത്രം. അവിടെ എനിക്ക് എന്റെ മക്കൾക്കെതിരെ സമരം പ്രഖ്യാപിക്കേണ്ടി വരരുത്. സമ്മതിക്കില്ല, ഒരു അനീതി ഞാൻ സമ്മതിക്കില്ല. രണ്ടും നിശ്ചയിച്ച മൂപ്പിന്ന് പോയിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാ. അധികാരത്തിന്റെ എല്ലാ സന്നാഹങ്ങളുമായി ഞങ്ങൾ നേരിടും. നിധി കുഴിച്ചിട്ട് അതിനു മുകളിൽ കയറി പൊരുന്നിരിക്കാൻ ഞങ്ങൾ വിഡ്ഢികളല്ല. അങ്കിൾ അകത്തുണ്ടായിരുന്നു. എപ്പോ വന്നു? ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് കുട്ടികൾ വിളിച്ചു പറഞ്ഞില്ല, ചെല്ലപ്പൻ പിള്ള വിളിച്ചു പറഞ്ഞു. ആ മോളെ, ഡാഡിക്ക് വളരെ സന്തോഷമായി കേട്ടോ. ഞാൻ നിന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ അവധിക്ക് ശ്രമിക്കുക. ഇന്നറിയാം എപ്പോൾ വരുമെന്ന്. വേണ്ട ഡാഡി, ആരും ബുദ്ധിമുട്ടണ്ട. ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. എന്താ മോളെ നീ പറയുന്നത്? DNC കഴിഞ്ഞ് നിൽക്കാൻ ഞാൻ. അശോക, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞു.
അബോർഷന് ഞാൻ സമ്മതിച്ചു. കഴിഞ്ഞ 10 വർഷമായി എന്റെ ചങ്കിൽ പേറിയ സ്വപ്നത്തെ ഒരൊപ്പ് കൊണ്ട് കൊന്നു അല്ലേ? എന്റെ മകനൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. ആ കുഞ്ഞിനെ എന്റെ ആത്മാവിന്റെ തൊട്ടിലിട്ട് വളർത്തുകയായിരുന്നു ഞാൻ. അതിന് ഞാൻ അറിയാതെ എടുത്തെറിഞ്ഞു കൊന്നു. മഹാഭാവികൾ! നീ ഒരു മനുഷ്യനാണോടാ? മോളെ, നീ ഒരു പെണ്ണാണോടി? അമ്മ വയറ്റിൽ പിറന്ന കൺമണിയെ കൊന്ന നീച! ആരെയും കാണുന്നില്ലല്ലോ. വേറൊരു ജീവി ഉണ്ടല്ലോ. ഓ, തോമസ് കുട്ടി. അവൻ ഈ തോട്ടത്തിൽ എവിടെയെങ്കിലും കാണും. ജോലി ചെയ്തത് അവനൊരു ഭ്രാന്ത. മണ്ണിന്റെ ഗുണം മനസ്സിലാവുന്നത് ഈ തോട്ടത്തിലേക്ക് നോക്കുമ്പോഴാ. എന്ത് നട്ടുപരിപാലിച്ചാലും 100 മേനി വിളവല്ലേ കിട്ടുന്നത്. കൃഷി എന്ന് പറഞ്ഞ വേസ്റ്റ് നഷ്ടമാണെന്നേ. ബുദ്ധിയുള്ള ആരെങ്കിലും ഇന്ന് കൃഷി എന്ന് പറഞ്ഞ് മെനക്കെടുമോ? പള്ളി പിരിയാൻ വൈകിയല്ലേ? മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള മാർപ്പാപ്പയുടെ പ്രബോധനത്തെ പറ്റി വികാരി അച്ഛന്റെ പ്രസംഗം നീണ്ടുപോയി. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ പോറ്റുന്നത് ഈ പ്രകൃതിയാ. ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ആഹാരം ഒക്കെ തരുന്നത് പ്രകൃതിയാ. അതുകൊണ്ട് ഈ മണ്ണ് നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. ഈ മണ്ണിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാ. അതെ, തോമസിന്റെ പഠനം എവിടെ വരെയൊക്കെയായി? ഞാനിപ്പോ B.Ed ഫൈനൽ ഇയർ. ടീച്ചിങ് പ്രൊഫഷനാണോ ഇഷ്ടം? ചെല്ലപ്പമ്പിള്ള സാർ പറഞ്ഞിട്ടാ ചേർന്നത്. നാവിൽ ആദ്യാക്ഷരം കുറിച്ചത് മുതൽ ഈ നിമിഷം വരെയുള്ള എന്റെ പഠനകാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. ആ ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ ചായ എടുക്കാനുണ്ടാക്കും. വക്കീൽ നോട്ടീസ് കിട്ടി. നിങ്ങളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ധർമ്മരത്നത്തെ. അങ്ങേര് തന്നെയല്ലേ ഇപ്പോഴും അച്ഛൻ? ഞങ്ങൾ കലഹത്തിന് വന്നതല്ല. തൊട്ടു നോക്കിയേ, പാറ പോലെ പരുത്തതാ. ഉദയത്തിന് മുമ്പേ കൈക്കോട്ടും എടുത്ത് മണ്ണിലേക്ക് ഇറങ്ങുന്നവനാ. അസ്തമനത്തിന് ശേഷം മാത്രം കേറുന്നവൻ. കൃഷി നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളാ എന്റെ ശത്രുക്കള്. അവയെ തുരത്താനുള്ള തന്ത്രം ശീലം കൊണ്ട് നേടിയിട്ടുമുണ്ട്. അതുകൊണ്ട് കലഹത്തിനാണെങ്കിൽ പോലും അത് പേടിയില്ല. സ്കൂളിന്റെ തന്മ ചാണ്ടിച്ചായനും ഞങ്ങളെ പോലെ തന്നെ പ്രധാനമാ. സ്കൂളിന്റെ വളർച്ച അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാലം മാറുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം. ലക്ഷങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളാ മുന്നിൽ കാണുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി അവരൊക്കെ നിരവധി ഉയർന്ന സ്ഥാനങ്ങളില്ല. ഇവിടുത്തെ പഠിത്തം മെച്ചപ്പെട്ടതല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്കൂൾ നിലവിൽ മോശമാണെന്നല്ല പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്കൂൾ നമ്മുടെ ജില്ലയിൽ അങ്ങനെയൊന്നില്ല. ഞങ്ങൾ മക്കൾ ചുമതലയേൽക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ല ചിന്തിക്കേണ്ടത്. കോടികൾ മുതൽ മുടക്കിൽ ഒരു സ്ഥാപനം അത് കെട്ടിപ്പൊക്കുന്നതിന്റെ ഭാഗമായി പരമാവധി സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തണം. പിന്നെ വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായ നിയമപരമായ ഒരു ഇടപെടൽ. അതെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചാണ്ടിച്ചായ സഹായിക്കണമെന്നാ. വെറുതെ വേണ്ട, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. അത് എന്തായാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് അച്ചായൻ അച്ഛനെ പോലെയാ. ആ ഭാഗമൊക്കെ വീട് മക്കളെ. നീയൊക്കെ തന്റെ പാലത്തെ കെട്ടി പാലം വലിക്കുന്നതിനാണെന്ന് എനിക്കറിയാം. ഈ സ്കൂളിൽ അടിസ്ഥാനമിട്ട് എന്റെ വല്യപ്പന്റെ പടം എടുത്ത് കളഞ്ഞ കള്ള പുന്നാര മക്കളല്ലേ നീയൊക്കെ. അത് പിന്നെ ഓഫീസ് പുതുക്കി പണിതപ്പോ വല്യപ്പൻ ഭിത്തിന്ന് ഇറങ്ങി പോയ. ഭിത്തിയിലിരുന്ന ആക്രി സാധനങ്ങൾ ഒഴിവാക്കി. പുതിയ കാലത്ത് ആരും ഭിത്തിയിലൊന്നും തൂക്കില്ല. ദൈവങ്ങളെ പോലും വീട് അഴുക്കാക്കാതെ ഒരു ഭാഗത്ത് അലങ്കാരത്തെ പോലെ വെക്കുന്നതാ പുതിയ രീതി. പിന്നെ പഴയ മൂപ്പലാന്മാരെയെല്ലാം ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ട്. ഭാഗ്യം, ചെതലരിക്കൂല. അല്ല, മുഖ്യമന്ത്രി അടുത്ത മാസം 16-ാം തീയതി കല്ലിടാൻ വരിക. ആർക്ക്? അല്ല, പുതിയ സ്കൂളിന്. തടസ്സമൊന്നും പറയാതെ ഒഴിഞ്ഞു തരുന്നതാ നല്ലത്. ഒഴിഞ്ഞു തന്നില്ലെങ്കിലോ? ഇവിടെ നിയമ പോലീസൊക്കെ ഇല്ല. അല്ല, അതിനൊന്നും പോകണ്ട. താമസിക്കാൻ ഒരു വീടും സൗകര്യങ്ങളും ഞങ്ങൾ നൽകും. തോമസ് കുട്ടി പഠിച്ചിറങ്ങുമ്പോ അവന് സ്കൂളിൽ ജോലിയും കൊടുക്കും. ചാണ്ടിച്ചായനോട് കാണിക്കാവുന്ന പരമാവധി മര്യാദ, നീതി അത് സ്വീകരിച്ചോണ്ട്
ഇവിടെ നിറങ്ങണം. വീട്, സൗകര്യം, മോന് ജോലി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം. അതെ. മനസ്സില്ല. കണ്ണു തുറന്ന് നോക്ക്. ഈ കാണുന്ന പച്ചപ്പൻ സമൃദ്ധിയും ഒക്കെ എന്റെ 4 തലമുറ വിയർപ്പൊഴുക്കി നേടിയതാ. ഹരിത സമൃദ്ധിക്കുള്ളിൽ ഒരു പള്ളിക്കൂടം, അതായിരുന്നു പൂർവികരുടെ സ്വപ്നം. നീയൊക്കെ തരുന്ന നക്കാപ്പിച്ചയോ കോടികളോ വാങ്ങിക്കൊണ്ട് ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ മണ്ണ് എന്റേതാ. അങ്ങനെയെല്ലാം ഏത് കോടതി പറഞ്ഞാലും പോലീസ് പറഞ്ഞാലും പോടാ പുല്ലേന്ന് പറയും ചാണ്ടി. കള്ളന്മാരും കയ്യേറ്റക്കാരും ഇവിടേക്ക് എത്താതിരിക്കുന്നത് ഉറങ്ങാതെ ഞങ്ങളൊക്കെ ഇവിടെ കാവലിരിക്കുന്നത് കൊണ്ടാ. മണ്ണിനെയും അക്ഷരദേവതയെയും കാക്കുന്ന ഞങ്ങൾ പറയുന്നു, ഇറങ്ങില്ല ഇവിടുന്ന്. ആവശ്യമില്ലാതെ ഒരു മരത്തെ പോലും തൊടാൻ അനുവദിക്കില്ല. ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉയരും. ഈ വീട് ഞങ്ങൾ ഇടിച്ചു നിരത്തും, തന്നെ ഇവിടെ ഇറക്കും. ഈ കാട് ഞങ്ങൾ വെട്ടി നിരത്തും. അതിന് നിന്റെ അപ്പം വീണ്ടും ധരിക്കണം. ഇറങ്ങ രണ്ടാളെ എന്റെ ഉമ്മറത്ത് നിന്ന് ഇറങ്ങാൻ. മക്കളെ സൂക്ഷിച്ചും കണ്ട് നടക്കണം കേട്ടാ. എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ ആ വിഷുവിനും കൂട്ടരും. പക്ഷെ ഈ ചാണ്ടി തോൽക്കില്ല ആരുടെ മുന്നിലും. ഈ മണ്ണ് എന്റേതാ. ഈ മണ്ണിൽ തന്നെ എനിക്ക് ഒടുങ്ങണം. നന്ദി കേട്ടവര്. ഈ മണ്ണ് കാക്കുന്നതിന് ഒരു പ്രതിഫലവും നമ്മൾ വാങ്ങാറില്ല. തോട്ടത്തിൽ ആദായം കൊണ്ടാണ് ജീവിക്കുന്നത്. സ്കൂളിന്റെ പരിസരത്ത് എത്ര മൂട് ചന്ദ്രപരമാ ഉള്ളത്. അതെന്താ ആരും മോട്ടിച്ചോണ്ട് പോകാത്തത്? അപ്പനും ഞാനും ഉറങ്ങാതെ കാവൽ നിൽക്കുന്നുണ്ട്. നാട്ടുകാർ പറയും ലോകത്തുള്ള എല്ലാ മരങ്ങളും സ്കൂളിന്റെ പരിസരത്തുള്ള ആ കാട്ടിലുണ്ടെന്ന്. ആരാ നട്ടുപിടിപ്പിച്ചത്? ആരാ സംരക്ഷിച്ചത്? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എന്ത് കുട്ടികളാ ശാന്തിവനം കാണാനും അപൂർവയിനം മരങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ വരുന്നത്. അതൊക്കെ വെട്ടി നശിപ്പിക്കുമെന്ന്. ഇങ്ങ് വരട്ടെ, എന്റെ ശവം വീണെങ്കിൽ ഒരു മരം വീഴൂ. ഈ സ്കൂളിലൊരു പോസ്റ്റിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ BEd ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വല്ലതും നടക്കുമപ്പാ? നമ്മൾ വീട് ഒഴിയണം, ഇല്ലെങ്കിൽ ഇടിച്ചു നിരത്തണമെന്നൊക്കെ പറയുന്നവര് എനിക്ക് ജോലി തരുമോ? ധർമ്മരത്നം പറഞ്ഞ വാക്കാ. ഇന്നും ഇന്നലെയുമല്ല, നീ 10ാം തരം പാസ്സായപ്പോ പറഞ്ഞതാ 6 വർഷത്തിനകം ഒരു ഒഴിവുണ്ടാവുമെന്നും അത് നിനക്ക് തരാമെന്നും. ആ വാക്ക് തെറ്റിച്ച ധർമ്മരക്തത്തെ ഞാൻ വേറെ രക്തമാക്കും. കിടപ്പാടം നഷ്ടാകുമെന്ന എന്റെ പേടി. ഈ സ്കൂളിന്റെ അടയാളമാ ഈ കാട്. അതിലൊരു മരത്തിൽ മഴ വീണ ജീവൻ കളഞ്ഞും ചെറുക്കും. അവർ സർവ്വസന്നാഹങ്ങൾ വഹിക്കാം. ഇരുട്ടുന്ന മറവിന് വീട് നടക്കാനും വീട് പൊളിക്കാനുള്ള പരിപാടിയാണ്. പോലീസിന്റെ കർത്താവേ, ചാണ്ടിയുടെ മോന്റെ അവസാന രാത്രിയാണോ ഇത്? ആണെങ്കിൽ അങ്ങനെ സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ രണ്ടാളും ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറി. വീട് പൊളിക്കാൻ പോവാ. എതിർത്ത പോലീസ് കൊണ്ടുപോകും. എന്ത് പറയുന്നു? നീയൊക്കെ ഇട്ട് തരുന്ന റൊട്ടിക്കഷം നക്കിക്കൊണ്ട് ചാണ്ടിയും മോനും പട്ടിയെ പോലെ അനുസരിക്കുമെന്ന് കരുതിയോ? പോലീസിനെ അല്ല, പട്ടാളത്തെ ഇറക്കിയാലും പുല്ലേ ആണത്തത്തോടെ പ്രതികരിക്കും. അറസ്റ്റ് ചെയ്യാനൊക്കില്ല, കൊല്ലണം, അല്ലെങ്കിൽ ചാവും. JCB കൊണ്ട് ആദ്യം ഒരു കുഴിയെടുക്കണം, എന്നിട്ട് അതിൽ എണ്ണയിട്ട് മൂടണം, എന്നിട്ട് ഈ വീട് പൊളിക്കാനൊക്കൂ. രാത്രിയുടെ മറവിൽ പോലീസിനെയും കൂട്ടി കുടിയൊഴിപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പോലീസുകാരോട് ഞാൻ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ മടങ്ങിപ്പോകും. കൊല്ലുന്നെങ്കിലും ചാകുന്നെങ്കിലും ആദ്യം ഞാൻ. ധൈര്യമുണ്ട് എന്നെ കൊല്ലണ. ഈ കാട്ടിലെ ഓരോ മരവും ഞങ്ങൾ പേര് ചൊല്ലി വിളിച്ചു വളർത്തുന്നതാ. മക്കളില്ലാത്ത നിനക്കൊക്കെ ജീവന്റെ വില അറിയോ? ഞങ്ങളൊക്കെ ജീവിച്ചതും ജീവിക്കുന്നതും നാളത്തെ തലമുറക്ക് വേണ്ടിയാ. ഒരു പള്ളിക്കൂടവും ഈ മണ്ണിന്റെ പുണ്യങ്ങളും നശിപ്പിച്ചിട്ട് എന്ത് നേടാനാ? വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാ? ദൈവം വെറുതെ എന്റെ മക്കളെ തരാതിരുന്നത് നിന്റെയൊക്കെ മനസ്സിൽ ചെയ്താത്തതുകൊണ്ടാ. പ്രസവിക്കാത്ത പെണ്ണ് ഫലം തരാത്ത വൃക്ഷം പോലെ പാഴ. അവ വെട്ടി തീയിലെറിയണമെന്നാ ദൈവം പോലും പറഞ്ഞിരിക്കുന്നത്. 2 വണ്ടികളെ മറ്റുകളെ ഇടവും വലവും നിർത്തിക്കൊണ്ട് കൊട്ടാരം കെട്ടാൻ വന്നിരിക്കുന്നു. കൊല്ലടാ,
ഒന്ന് ഒഴിവാക്കിയിട്ട് പൊളിച്ചടുക്ക്. ജന്മം തന്ന കുറ്റത്തിന് ആദ്യം തന്തയെ തന്നെ കൊല്ല്. ദൈവം മക്കളെ നൽകാത്തത് വെറുതെ അല്ല, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. പ്രസവിക്കാത്ത പെണ്ണ് ഫലം തരാത്ത വൃക്ഷം പോലെ പാഴ. അവ വെട്ടി തീലെറിയണമെന്ന ദൈവം പോലും പറഞ്ഞിരിക്കുന്നത്. ഫൂ! ഒരു കുഞ്ഞ് എന്റെ സ്വസ്ഥത വല്ലാതെ കെടുത്തുന്ന ചോദിട്ട. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. വീട് പൊളിച്ചു കളയാൻ ചെന്ന എന്നെ അവൾ വന്ധ്യാന്ന് വിളിച്ചു. പ്രസവിക്കാത്ത പെണ്ണ് ശപിക്കപ്പെട്ടവളാണ്. നമ്മുടെ മിഥ്യാധാരണകൾ, ബോധക്കേടുകൾ വീണുടഞ്ഞു. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി അച്ഛൻ കരുതി വെച്ചതാ ഇതൊക്കെ. ആ കുഞ്ഞിനെ ഞാൻ കൊന്നു. ജീവന് വേണ്ടി ആ കുഞ്ഞ് എന്നെ അള്ളി പിടിച്ചിട്ടുണ്ടായിരിക്കും. നീ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി. വേണ്ട, വേണ്ടായിരുന്നു, കൊല്ലണ്ടായിരുന്നു. സംഭവിച്ചു പോയില്ലേ? അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയില്ലേ? ഈശ്വരനോട് മാപ്പ് പറയണം. എന്നിട്ട് പറയണം നമുക്കൊരു കുഞ്ഞിനെ തരണമെന്ന്. നോക്ക്, അതുപോലൊരു മോള്. അല്ലെങ്കിൽ വേണ്ട, അതുപോലൊരു മോനും മോളുമായാലെന്താ? ഈ വീട് നിറയെ കുട്ടികളെ കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് ഒരമ്മയെ പോലെ അഭിമാനത്തോടെ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം.
ഉന്നതിയിൽ വേണ്ട കെട്ടും കെട്ടി പോലീസ് സന്നാഹമൊക്കെ ആയിട്ട് ചെന്നിട്ട് അവസാനം കോന്തൻ കൊല്ലത്ത് പോയതുപോലെ മടങ്ങി. പോലീസുകാരുടെയും പണിക്കാരുടെ മുന്നിൽ വെച്ച് അവർ നമ്മൾ ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടു. അച്ഛൻ ജെ.സി.ബിയുടെ മുന്നിൽ കയറുന്നത് എന്ത് ചെയ്യും? കാറ്റി ഇറക്കണമായിരുന്നു അയാളെ. അതോടെ ശല്യം തീരുമല്ലോ. എത്ര മെനക്കെട്ടാ ഞാൻ പ്രൊജക്ട് തയ്യാറാക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആരെ വിശ്വസിച്ചാ? നിങ്ങൾ രണ്ടാളെയും. മറ്റാരുടെ സ്ഥലത്തല്ല, സ്വന്തം സ്ഥലത്ത്. കുടിയേറ്റമല്ല, കയ്യേറ്റമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വീട് ഉൾപ്പെടെ കര അടക്കുന്നത് സ്കൂൾ മാനേജ്മെന്റാ. ഇതെന്താ ഉടനെ പിടിച്ചെടുക്കുന്ന കാലോ? നമ്മൾ കോടതിയിൽ പോകുന്നു. കോടതി ഉത്തരവോടുകൂടി അവരവിടെ നിറക്കണം. ഇതെന്റെ ഒരു വാശിയാ. അതിനൊക്കെ എത്ര കാലം പിടിക്കുന്നറിയാവോ? സിവിൽ കേസാ. ലോകാവസാനം വരെയൊന്നും എടുക്കില്ലല്ലോ. വക്കീൽ നോട്ടീസ് അയച്ചപ്പോ അത് ചുരുട്ടുകൂട്ടി നമ്മുടെ മുഖത്തേക്ക് അയച്ചു. അന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാകണമായിരുന്നു. ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് റൂബി രാജനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എടുക്കനാ. നമ്മൾ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ബാക്കിയെല്ലാം അദ്ദേഹം ഏറ്റെന്നാ പറഞ്ഞത്. നമുക്ക് മുൻ പ്രമാണങ്ങൾ രേഖയൊക്കെ കൊടുക്കണം. ഞാൻ വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇന്ന് തന്നെ വക്കീലിനെ കാണണം. അതിന് മുൻ പ്രമാണവും ഡോക്യുമെന്റ്സും അച്ഛന്റെ കയ്യിലുണ്ട്. അതൊക്കെ വാങ്ങണോന്നേ. മാനേജർ കസേര കയറി ഇരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. ഇവന്റെ ഒക്കെ മുമ്പിൽ ഇപ്പൊ തോറ്റ പിന്നെ അതിനേ സമയം കാണും. ഇത് മര്യാദയല്ല ശോക. എന്ത് പറ്റിയത്? റെസിഡൻഷ്യൽ സ്കൂൾ എന്നത് എന്റെ മാത്രം ഐഡിയ ആയിരുന്നില്ല. അത് നമ്മുടെ ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. ഒന്നിച്ചൊരു പ്രശ്നത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് വന്നാ ഞാൻ വിഷയക്കാര് പുറകെ നടക്കുക. മുഖ്യമന്ത്രി കല്യാണം വന്നപ്പോ ഇയാള് നാട്ടുകാരോട് പറഞ്ഞ എന്തൊക്കെയാ? എന്നിട്ടിപ്പോ എന്തായി? സെൻട്രലൈസ്ഡ് AC സൗകര്യമുള്ള സ്കൂളിന്റെ മുമ്പിൽ കാലത്തൊഴുത്ത് പോലെ ചാണ്ടിയുടെ വീട്. കഷ്ടം. നമ്മൾ എന്ത് ചെയ്യണമെന്നാ ചേർത്തി പറയുന്നത്? നമുക്ക് എന്താ ചെയ്യാൻ കഴിയാത്തത്? ഇവള് പറയുന്നത് കോടതി പോകണം. അതൊരു ഗതികേടാ. മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലെ കയ്യേറ്റം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റെന്താ മാർഗം? ഇവിടെ തണ്ടലിന് ഉറപ്പുള്ള ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അഹങ്കാരം അനുവദിക്കോ? ഞങ്ങളുടെ തണ്ടലിന്റെ ബലം നിർണ്ണയിക്കേണ്ട. എനിക്ക് ധൈര്യമായിട്ട് ഇറക്കി വിടണം. കാശ് കൊടുത്താ എന്തും ചെയ്യാൻ തയ്യാറായി കുട്ടികളുണ്ട് ഇവിടെ. ചാണ്ടിയുടെ അഹങ്കാരം എന്തുവാ? മകൻ തോമസ് ഊട്ടി അവൻ തീർന്ന ചാണ്ടി വെറും ചണ്ടിയാ. കാട്ടുപന്നി കൊല്ലുന്ന ലാഘവത്തോടെ കുട്ടികൾ കൈകാര്യം ചെയ്യും. കൊട്ടേഷൻ കൊടുത്ത് കാര്യം സാധിക്കാൻ ധൈര്യമുണ്ടോ? കൊല്ലാൻ സാധിക്കുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ധർമ്മരത്നത്തെയാ, നിങ്ങളുടെ അച്ഛനെ. ഈ മുഖമടച്ചൊന്നും പെരുക്കാത്തത് ചേട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമെന്ന് അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാ. ആ ധർമ്മരത്നം നാട്ടിലെ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. മികച്ച കാഴ്ചപ്പാട്, അവരുടെ ആരോഗ്യം, ഭക്ഷണം, ശുചിത്വം, കലാകായികം, നാളെയിലേക്ക് ബുദ്ധിയും ആരോഗ്യമുള്ള ഒരു തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം എന്നൊക്കെ മിടുക്കി. പക്ഷേ സ്വന്തം ചോരയും ചായയും ഒരു കുഞ്ഞിനെ പെറ്റുപൊറ്റി വളർത്തണമെന്ന് നിങ്ങൾക്ക് എന്തേ തോന്നാത്തത്? ഈ മനുഷ്യന് മക്കളുണ്ടാവില്ല എന്ന് സമൂഹ സംശയത്തോടെ പറയുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾ വന്തിയാണെന്നും മച്ചിയാണെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അതൊരു അലങ്കാരമായി ശിരസിലണിയാൻ നാണമില്ല നിങ്ങൾക്ക്. പ്രസംഗവും ഐഡിയയും ഒക്കെ നെറ്റിലൂടെ എയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വിപ്ലവം വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ഒരുത്തി ചേച്ചി അനുകരിച്ചതാ. കുട്ടികൾ ബാധ്യതയാ, പ്രകൃതി നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. എന്ത് സൗന്ദര്യം! എന്നിട്ട് എന്തായി? ഒരു കുഞ്ഞിനെ കൊന്നു. ഇപ്പോൾ സകല ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി നടക്കുക മാപ്പിരെന്ന്. കുറ്റബോധം കൊണ്ട് മനസ്സിന്റെ സമനില പോലും തെറ്റിയ അവസ്ഥയിൽ നിരവധി തവണ ഒരു സൈക്കാട്രിസ്റ്റ് കൗൺസിൽ ചെയ്താ ഇവിടെ നോർമലാക്കിയത്. ഇപ്പോൾ കൊതിക്കുക ഒരു കുഞ്ഞിന് വേണ്ടി. ഒരു സ്ത്രീ ഏറെ ആദരിക്കപ്പെടുന്ന ഏറ്റവും നല്ല അവസ്ഥ ഏതാണെന്നറിയോ? അമ്മയാവുന്നത്. ഈ വിശ്വട്ടം മരിച്ചാൽ, ചേട്ടത്തി മരിച്ചാൽ കർമ്മം ചെയ്യാൻ ആരാ ഉള്ളത്? ഒരു കൊള്ളി വെക്കാൻ ആരാ ഉള്ളത്? പറയുമ്പോൾ എല്ലാം ചീപ്പ് സെന്റിമെന്റ്സ് ആണെന്ന് പറയും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഒരിക്കൽ നമ്മൾ ഈ ഉമ്മർത്തുകൊണ്ട് അച്ഛനെ വെല്ലുവിളിച്ചു, മരിച്ചാൽ കർമ്മം പോലും ചെയ്യില്ല എന്ന്. അപ്പോൾ നമ്മളെ പറ്റി ഓർത്തില്ല. ഇപ്പോൾ ഓർക്കണം. പാടി. ചില യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോ ചങ്കിനകത്ത് തീക്കൊള്ളുകൾ കുത്തുന്ന പോലെയാ പൊള്ളിപ്പോകും. നീ MBA കാര്യല്ലേ? അവിടെ പഠിപ്പിക്കുന്നത് ബിസിനസിന്റെ പാഠങ്ങളാ. പക്ഷേ ജീവിതത്തിന്റെ പാഠങ്ങൾ ജീവിച്ചു തന്നെ പഠിക്കണം. ഞാനും മോനും ഒന്ന് വരണമെന്ന് പറഞ്ഞു. നിങ്ങളെ മക്കളെ ഒന്നും ഇപ്പൊ വിശ്വാസമില്ല പിള്ളേ. ഞങ്ങളെ മറന്നവരാ നിങ്ങൾ. ഞങ്ങളെ മറക്കുക എന്ന് പറഞ്ഞ വന്ന വഴി മറക്കുക എന്ന് അതിനർത്ഥം. വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം വേണ്ടേ ചാണ്ടി? കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ മുഖച്ഛായ മാറും. ചാണ്ടി ഇരിക്കെ, ഞാനിപ്പോ വരാം. വിശ്വാ, ഇനി
ഇദ്ദേഹത്തിന്റെ വക വല്ല പാരിതോഷികവും തന്ന് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയായിരിക്കും. അപ്പം വഴങ്ങരുത്. നമ്മുടെ പ്രശ്നമല്ല മക്കളെ, ഈ സ്കൂളിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നശിക്കാതെ കാക്കണം. ഇത്രയും കാലം നമ്മൾ തനിച്ചാ പൊരുതിയത്. ഇനി പൊതുജനങ്ങളെയും ഈ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മുഴുവൻ രക്ഷാർത്ഥങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങണം. പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടിട്ട് പിറ്റേന്ന് അതിന്റെ മൂട്ടിപ്പോയി മുള്ളുന്ന വൃക്ഷസ്നേഹമല്ല നമ്മുടേത്. എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങൾ വെട്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് കാട് നിർമ്മിക്കാനുള്ള ശ്രമത്തെ എന്ത് വില കൊടുത്തും ചെറുക്കണം. ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് ഈ ഉമ്മർത്ത് കയറി വരാൻ എങ്ങനെ ധൈര്യം വന്നു? കടക്കടോ പുറത്ത്. ഇവിടെ ആർക്കും നിങ്ങൾ കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. അവര് ഞാൻ വിളിച്ചിട്ട് വന്നതാ. സ്കൂളിന്റെ അവകാശ രേഖ കൈമാറാനാ. ചാണ്ടിയുടെ മകൻ സ്കൂളിൽ അധ്യാപകനായി ചാർജ് എടുക്കുന്ന ദിവസം കുട്ടികളുടെ മുന്നിൽ വെച്ച് അത് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോ കുടിയൊഴിപ്പീരും പോലീസും കൊലവിളിയും ഒക്കെ ആയി കാര്യങ്ങൾ കൈവിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ കൈമാറുന്നത്. ഈ സ്കൂളിന്റെ നേർപകുതി അവകാശം പൂർവികർ ചാണ്ടിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുക. 2.5 ഏക്കർ സ്ഥലം സ്വന്തം പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പൂർവികർ കാണിച്ച മറുപടി, അതിന് പ്രതിഫലമായി അന്നത്തെ കാരണവന്മാർ കാണിച്ച കാരുണ്യം, സ്കൂൾ കാക്കുന്ന കുടുംബത്തിന് എഴുതി രജിസ്റ്റർ ചെയ്ത പ്രമാണം. ഇനി നിങ്ങളും കൂടി തീരുമാനിക്കണം അവിടെ എന്ത് പൊളിക്കണം, എന്ത് നിർമ്മിക്കണമെന്ന്. കാരണം ഇരു കൂട്ടർക്കും തുല്യ അവകാശമാണ്. മുൻപായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് സ്വീകരിക്കില്ലായിരുന്നു. ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഈ വിദ്യാലയത്തെ സ്നേഹിച്ചത്. അത് ഈ നാടിന്റെ സൂര്യനാ. ലക്ഷങ്ങളുടെ മനസ്സിൽ അക്ഷര വെളിച്ചമെത്തിച്ച വിദ്യാലയ മുത്തശ്ശി. കെടാതെ ആ ദീപം കാക്കും ഞങ്ങൾ. അച്ഛാ, ഒരു സന്തോഷ വാർത്ത. എന്റെ മെഡിക്കൽ റിപ്പോർട്ട്. ഈശ്വര, ഇവിടെ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. അതുപോലെ ഇരിക്കോ, അതോ അതുപോലെ ഇരിക്കോ? എന്റെ വയറ്റിൽ നീ ചലിക്കുന്നത് എന്റെ മനസ്സിന് ഇക്കിലാക്കി രസിക്കുന്ന പോലെ. എന്തുവാടി കൊറ്റയ്ക്കുന്ന ആരോടാ ശൃംഗരിക്കുന്നത്? എന്റെ കുഞ്ഞിനോട്. വയറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ചലനങ്ങൾ അറിയാമോ? പിന്നെ ഞാനൊന്ന് കേക്കട്ടെടി, കുഞ്ഞിന്റെ ചലനം ഒന്നറിയാനാ. കേട്ടോ കേട്ടോ, ചവിട്ടുന്നു. കേട്ടോ കേട്ടടി. എന്റെ ദേവി, അതിനറിയാം അതിന്റെ വെല്ലിമ്മ കാതോർത്തിരിക്കുകയാണെന്ന്. നീ പ്രസവിക്കണം, ഞാൻ വളർത്താം. അയ്യോടി, എനിക്ക് തരില്ലടി. നമുക്ക് ഒരുമിച്ച് വളർത്താം. ഞാൻ ഓരോ നിമിഷവും ഓരോ വിനാഴികളും നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്നിലുണ്ടാകുന്ന മാറ്റം. ഞാനും വിശേഷനും കൂടി ഡോക്ടറെ കണ്ട് പാഴാക്കി കളഞ്ഞ 10 വർഷം. എന്റെ അനിയത്തിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ലോ.
മരുമോളെ പ്രസവത്തിൽ ലേബർ റൂമിൽ കയറ്റിയിരിക്കുക, കുത്തിയിരിക്കുന്നു. അങ്ങോട്ടും നടക്കാൻ ഉലാത്താൻ. ആശുപത്രി വരാന്താ കൂടെ നടക്കണ്ടേ? നടപ്പ, ഇരിക്കരുത്, നടക്കാൻ. ആണ്ട്ര കുത്തിയിരിക്കുന്നു, നടക്കാൻ. നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? 5 മിനിറ്റ് മുമ്പ് വിളിച്ച് പിള്ളേരുടെ വായിലിരുന്ന് കേട്ടതേ ഉള്ളൂ. മോളെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുക, ഞങ്ങൾക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ട്. പിള്ളേരെ എടുക്ക് എടുക്ക് എടുക്ക്. പിള്ളേരെ ഞെക്ക കുത്ത തോണ്ട. ഹലോ മക്കളെ, അച്ഛനാടാ. ആ പ്രസവിച്ചോ? പ്രസവിച്ചത് മോനെ. എടാ, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞാണോ? പെൺകുഞ്ഞ്. ആ മക്കളെ, പറ പറ. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ, എന്ത് പറ്റി? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ? പെൺകുഞ്ഞാ. പിന്നെ മന്ദബുദ്ധി ആയിരിക്കുമെന്ന്. കുഞ്ഞിന് നൂല് കെട്ടണം, പേരിടണം. എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അച്ഛാ, മുഖത്ത് നോക്കാനാവാത്തതും വികൃതമാത്, തലച്ചോറിന് വളർച്ചയില്ലാത്ത ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞ. നിന്റെ കുഞ്ഞ് അത്. എന്താ സംശയമുണ്ടോ? നിന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ്. ദൈവം തന്നത് അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? വയറ്റിൽ പറഞ്ഞ ഒരെണ്ണത്തിനെ കൊന്നതിനുള്ള ശിക്ഷയാണെങ്കിലോ? കുശവൻ നിർമ്മിക്കുന്ന കുടം ചുളുങ്ങയിലെടുത്ത് കളയാം, പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? അതും ഒരു ജീവനാ, ദൈവം തന്ന ജീവൻ. ജനിച്ച സ്ഥിതിക്ക് ഈ ഭൂമിയിൽ അതിനും വളരാൻ അവകാശമുണ്ട്. പറയടാ, എന്താ പരിപാടി? കൊല്ലാനാണെങ്കിൽ സമ്മതിക്കില്ല. ഞാൻ വളർത്തും, എന്റെ മകന്റെ കുഞ്ഞ. നിങ്ങളുടെ അമ്മയുടെ വിലക്കാൻ വളർത്തും. ഞാൻ വളർത്തും. അവളുടെ കുറവുകളെ സ്നേഹം കൊണ്ട് നികത്തും. ഞങ്ങളുടെ കർമ്മദോഷം കൊണ്ട് ഈശ്വരൻ ഞങ്ങളെ ചിലതെല്ലാം ഓർമ്മിപ്പിച്ചു. ഈ മോളെ മാത്രമല്ല, ഇത്തരം കുറവുകളുമായി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തി ഞങ്ങൾ ഈ കടം വീട്ടും. ഈ വീടിന്റെ പേര് കുട്ടികൾക്കൊരു വീടെന്ന. വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് അമ്മമാരായി ഈ കുട്ടികളുടെ വീട്ടിൽ ഞങ്ങളുണ്ടാവും. മക്കളെ, ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ നിലനിർത്തുന്നത് ഒരു അദൃശ്യ ശക്തിയാണ്, ഈശ്വരൻ. അതെ, ഈശ്വരനാണ് ശരി. ചെല്ലപ്പൂവേ കുഞ്ഞിക്കാലും കാണാനായി, കണ്ണും കാതും ചിമ്മാതല്ലേ കാത്തിരിക്കുന്നു, വിരലും തുറങ്ങും നിൻ തളിർമേനിയാട്ടിടാൻ നെഞ്ചം തൊട്ടിൽ